കമ്പാർട്ട്മെൻറ്റ് മോഡലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വൺ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ മോഡൽ അഥവാ ഇൻസ്റ്റൻറ്റേനിയസ് ഓപ്പൺ മോഡൽ. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഡിസ്ട്രിബ്യൂഷൻ നടക്കാനാണ് ഈ മോഡൽ വെച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ മോഡൽ എന്ന് പറഞ്ഞൊരു സിംപ്ലസ്റ്റ് മോഡലാണ്. പക്ഷേ ഇത് ബേസ് ചെയ്തിരിക്കുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബോഡി ഒരു കൈനറ്റിക്കലി ഹോമോജീനിയസ് യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൈനറ്റിക്കലി ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാം ഒരുപോലെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ ഒരു തടസ്സവും ഇല്ലാണ്ട് ഡ്രഗിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടായിരിക്കും. ദർ ഇസ് നോ ബാരിയേഴ്സ് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ്. പിന്നെ എന്താ പറയുന്നത്? ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് ഇക്വിലിബ്രിയം പ്ലാസ്മയിലും ബോഡി ഫ്ലൂയിഡ്സിലും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ അറ്റൈൻ ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും പറ്റും. അപ്പോൾ എന്താ പറയുന്നത്? ഇക്വിലിബ്രിയം ദാറ്റ് ഡ്രഗ് ഇൻ പ്ലാസ്മ ആൻഡ് ഡ്രഗ് ഇൻ അതർ ബോഡി ഫ്ലൂയിഡ്സ് ആർ റാപ്പിഡ്ലി അറ്റൈൻ ഇക്വിലിബ്രിയം. ഓക്കെ. അപ്പോൾ ഈ മോഡൽ ആർക്കായിരിക്കും? ഇക്വിലിബ്രിയം പെട്ടെന്ന് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഏതൊരു ഡ്രഗും റാപ്പിഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ബോഡിയിൽ ഫുള്ളായിട്ട് റാപ്പിഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡ്രഗ്സിനെല്ലാം ഫോളോ ചെയ്യുന്ന മോഡലിംഗ് വൺ കമ്പാർട്ട്മെൻറ്റ് മോഡലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ടൈപ്പ് ഡ്രഗ്സിനാണ് നമ്മൾ ഈ മോഡലിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഡ്രഗ്സ് ഡൈനാമിക്കലി ഇന്നും ഔട്ടും മൂവ് ചെയ്യും. അതായത് അബ്സോർപ്ഷനും എലിമിനേഷനും ഡൈനാമിക് ആയിട്ടായിരിക്കും നടക്കുന്നത്. പിന്നെ എലിമിനേഷൻ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ആണ് വിത്ത് ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റൻറ്റ് വെച്ച് ഫസ്റ്റ് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ എന്ത് പോകുന്നത്? എലിമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ വേറൊരിത് പറയുന്നതാണ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഗ്രേറ്റർ ദാൻ റേറ്റ് ഓഫ് എലിമിനേഷൻ. റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ റേറ്റ് ഓഫ് എലിമിനേഷനൊക്കെ കഴിഞ്ഞും കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ഇത് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അനാട്ടോമിക്കൽ റെഫറൻസ് കമ്പാർട്ട്മെൻറ്റ് നമ്മളൊരു പ്ലാസ്മയായിട്ട് എടുക്കാം. പ്ലാസ്മയാണ് റെഫറൻസ് കമ്പാർട്ട്മെൻറ്റ്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ പ്ലാസ്മ, നമ്മുടെ പ്ലാസ്മയിലുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ ബോഡി ടിഷ്യൂസിലുള്ള ഡ്രഗിൻ്റെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഓക്കെ. അതായത് നമ്മുടെ പ്ലാസ്മയിലെ ഡ്രഗ് കോൺസെൻട്രേഷന് വല്ല മാറ്റം വന്നാൽ അതേ മാറ്റം നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ ഡ്രഗ് കോൺസെൻട്രേഷനും വരുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ. അടുത്ത നമ്മൾ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വൺ കമ്പാർട്ട്മെൻറ്റ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ സംഭവിക്കുന്നത്? ഡ്രഗ് അബ്സോർപ്ഷൻ നടന്ന് ബ്ലഡ് അല്ലെങ്കിൽ അതർ ബോഡി ടിഷ്യൂസിലേക്ക് എത്തുന്നു. അവിടുത്തെ കോൺസ്റ്റൻ്റ് ഏതെന്ന് നോക്കിയേ? KA. ആൻഡ് ഇൻപുട്ടാണ് അവിടെ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ എലിമിനേഷൻ രണ്ട് തരത്തിലുണ്ട്. മെറ്റബോളിസം ഉണ്ട്, എക്സ്ക്രീഷനും ഉണ്ട്. അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് KE. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് വൺ കമ്പാർട്ട്മെൻറ്റ് മോഡലിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ റേറ്റ് ഓഫ് ഇൻപുട്ട് അനുസരിച്ച്, അതായത് അബ്സോർപ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റ് മോഡലിങ്സിനെ കുറച്ചായിട്ട് തിരിക്കാം. വൺ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ മോഡൽ IV ബോളസ് അഡ്മിനിസ്ട്രേഷൻ. 2 വൺ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ മോഡൽ കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ. ദെൻ വൺ കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ മോഡൽ എക്സ്ട്രാവാസ്കുലാർ അഡ്മിനിസ്ട്രേഷൻ, 0 ഓർഡർ അബ്സോർപ്ഷൻ. One compartment open model extravascular administration, then first order absorption.